മോക്ക മോക്ക എന്താണെങ്കിലും ഇപ്പം പാകിസ്ഥാൻ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിനേക്കാളും നല്ലത് കളിക്കാൻ വരാതിരിക്കുന്നതാണ് എന്നുള്ളത്. ഇന്ത്യ ICC T20 ലോകകപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ 61 റൺസിൻ്റെ ഒരു കിടിലൻ വിജയമാണ് അങ്ങ് കൊളംബോയിൽ പോയി നേടിയിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു അന്തരം എന്താണ് എന്നുള്ളത് ഒരു കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു മത്സരമാണ്. മത്സരം തുടങ്ങുമ്പം എല്ലാം പാകിസ്ഥാൻ അനുകൂലമായിട്ടായിരുന്നു. അവർക്ക് ടോസ് കിട്ടി, ഇന്ത്യ ബാറ്റിങ്ങിന് അയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അത് ഇപ്പം കൊളംബോയിലെ പിച്ച് ഒരു സ്ലോ പിച്ചാണ്, അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് ആനുകൂല്യമുള്ള പിച്ചാണ്. ഈ ഒരു മത്സരത്തിൽ 6ഓളം സ്പിന്നേഴ്സിനെയാണ് കളിപ്പിച്ചത്. അപ്പം കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് വരാനായിട്ട് എനിക്ക് തോന്നുന്നു അത്രയും സ്പിന്നേഴ്സിനൊരു ലോകകപ്പ് മത്സരത്തിലൊക്കെ കളിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ കുറവാണ്. അതും 18 ഓവറോ മറ്റുമാണ് സ്പിന്നേഴ്സ് എറിഞ്ഞത്. ആകെ 2 ഓവറാണ് ഷഹീൻ അഫ്രീദി എറിഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാം സ്പിന്നേഴ്സ്, ഡിഫറൻറ്റ് സ്പിന്നേഴ്സ് ആണ്. ഇപ്പം സൽമാനിൽ നിന്ന് തുടങ്ങി സൈം അയ്യൂബ് തുടങ്ങി അങ്ങനെ അവർ ഉസ്മാൻ തുടങ്ങി എല്ലാ താരങ്ങളും നമുക്കറിയാം. ഒരു കളിയുടെ ആദ്യത്തെ ഒരു ഓവറിൽ വന്ന് അതായത് പവർ പ്ലേയിൽ ഒരു ഓവറിൽ വന്ന് ഷഹീൻ അഫ്രീദി എറിഞ്ഞതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഓവറിലാണ് അറിയാൻ വന്നത്. ബാക്കിയെല്ലാം സ്പിന്നേഴ്സ് ഓവർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. എനിവേ, മത്സരത്തിൻ്റെ തുടക്കത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ളൊരു സ്റ്റാർട്ട് കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ സൽമാൻ എറിയാൻ വന്നു, ആ ഓവർ നല്ല രീതിയിൽ പിടിച്ചെറിയാൻ പറ്റി. മാത്രമല്ല അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് അദ്ദേഹം ഒരിക്കൽ കൂടി ഒരു റണ്ണ് പോലും എടുക്കാതെ ഡക്കായിട്ട് പുറത്താകുന്നു. ലോകകപ്പിൽ അദ്ദേഹത്തിന് ഇതേവരെ ഒരു റണ്ണ് പോലും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ മത്സരത്തിലും തുടർച്ചയായിട്ട് ഡക്കായി പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ ഇപ്പം അഭിഷേക് ശർമ്മയൊക്കെ ചുറ്റിപ്പറ്റി മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ക്യാപ്റ്റൻസ് തമ്മിൽ പറയുന്നതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങൾ വഴിയൊക്കെ കണ്ടിരുന്നു. അവരുടെ ഒന്നും സിലബസിലില്ലായിരുന്ന ഒരു താരമായിരുന്നു ഇഷാൻ കിഷൻ എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം ഇന്നത്തെ മത്സരത്തിലെ ഒരു എക്സ് ഫാക്ടർ, അത് രണ്ട് ടീമിൻ്റെ എടുത്തു കഴിഞ്ഞാലും ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, അത് തീർച്ചയായിട്ടും ഇഷാൻ കിഷൻ എന്ന് പറയുന്ന താരമാണ്. 40 പന്തിലാണ് അദ്ദേഹം 77 റൺസ് എടുത്തത്. ബാക്കി ഒരു താരത്തിനും സത്യം പറഞ്ഞാൽ ഈ ഒരു പിച്ചിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ അടിക്കാൻ പറ്റിയില്ല. ഇപ്പം തിലക് വർമ്മ 24 പന്തി 25, അതുപോലെ സൂര്യകുമാർ പിന്നെ 29 പന്തി 32, പിന്നെ അവസാനം ശിവൻ ദൂബെ 17 പന്തിൽ 27, അല്ലെങ്കിൽ റിങ്കു സിംഗ് 4 പന്തി 14. ആ ഫിനിഷിംഗ് സെറ്റപ്പിലേക്ക് വന്നപ്പോഴാണ് കുറച്ചും കൂടി സ്ട്രൈക്ക് റേറ്റിൽ അടിക്കാൻ പറ്റിയത്. ബാക്കി എല്ലാവരും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത്. ഹർദിക് പാണ്ഡ്യ വന്ന് ഡക്കായി പോകുന്നൊരു സിറ്റുവേഷൻ കണ്ടു. ഇതിലിപ്പം സൈം അയ്യൂബിൻ്റെ പെർഫോമൻസാണ് വളരെ ക്രൂഷ്യലായിട്ട് മാറിയത്. കാരണം 3 ക്രൂഷ്യൽ വിക്കറ്റാണ് താരം നേടിയെടുത്തത് എന്നുള്ളതാണ്. ഇപ്പം തിലക് വർമ്മയുടെ വിക്കറ്റ് നേടി, അതുപോലെ തന്നെ ഇഷാൻ കിഷൻ്റെ വിക്കറ്റ് നേടി, ആൻഡ് ഹർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് നേടി. അങ്ങനെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ബോളിംഗ് പെർഫോമൻസ് ആണ് താരം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉസ്മാൻ താരിഖ് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ശൈലി കൊണ്ടൊക്കെ നമുക്കറിയാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു താരമാണ്. അത് നെറ്റ്സിൽ സൂര്യകുമാർ പ്രാക്ടീസ് ചെയ്യുന്ന കാഴ്ചയുണ്ട്. അപ്പം സൂര്യകുമാർ ആണെങ്കിലും അദ്ദേഹം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ബിഗ് ഷോട്ട് പലപ്പോഴും അടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. അവസാനം ഉസ്മാനെ തന്നെ അതിനുള്ള ട്രൈ നടത്തിയിട്ടാണ് സ്കൈ ഔട്ടായി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായത്. എങ്കിലും ഈ ഒരു പിച്ചിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിലും 175 റൺസ് എന്ന് പറയുന്നൊരു സ്കോർ ഇന്ത്യക്ക് കെട്ടിപ്പൊക്കാൻ സാധിച്ചു എന്ന് പറയുന്നത്. എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തുടക്കം തന്നെ പാളി. ഇന്ത്യ അങ്ങനെ സ്പിന്നേഴ്സിനെ വെച്ചൊന്നും തുടങ്ങാനല്ല, സാധാരണ ഗതിയിൽ എന്ന പോലെ ഹർദിക് പാണ്ഡ്യ വന്ന് എറിഞ്ഞു. ഒരു റണ്ണ് കയറുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ വിക്കറ്റ് ഫർഹാൻ്റെ വിക്കറ്റ് നഷ്ടമായി. അതിനുശേഷം രണ്ടാമത്തെ ഓവറിൽ ബുംറ വന്നിട്ടാണ് സൈം അയ്യൂബിൻ്റെയും സൽമാൻ്റെയും വിക്കറ്റ് കിട്ടി. അങ്ങനെ 13-3 എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി പോകുന്നൊരു സിറ്റുവേഷനാണ് പാകിസ്ഥാൻ ഉണ്ടായത്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 34-4 ബാബർ അസത്തിൻ്റെ വിക്കറ്റ് കൂടി നഷ്ടമായി. ശേഷം 70 വരെ വിക്കറ്റുകൾ നഷ്ടമായാലും വീണ്ടും 70 എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് 78-7 എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് പോയി. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു തകർച്ചയാണ്. ഇപ്പം ഉസ്മാൻ ഖാൻ മാത്രമാണ് 34 പന്തിൽ 44 റൺസ് എന്ന് പറയുന്ന ഒരു നിലയിൽ അവർക്ക് കളിക്കാൻ പറ്റിയത്. പിന്നെ അവസാനം ഷഹീൻ അഫ്രീദി 19 പന്തിൽ 23 റൺസ് എടുത്തുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ബാക്കി മൊത്തത്തിൽ അവരുടെ കൈവിട്ട് പോയി എന്നുള്ളതാണ്. ഈ മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു ചേഞ്ച് ആയിട്ട് ഇപ്പം സ്പിൻ അനുകൂലമായതുകൊണ്ട് തന്നെ അർഷദീപിനെ ഒഴിവാക്കിയിട്ട് കുൽദീപിനെ കൊണ്ടുവന്നു. കുൽദീപ് ആ ഒരു നിലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം 3 ഓവർ 14 റൺസ് മാത്രം വിട്ടുകൊടുത്തു. ഒരു വിക്കറ്റ് നേടിയെങ്കിലും 14 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തുള്ളത്. വരുൺ ചക്രവർത്തി 3 ഓവറിന് 17 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടി.
പാണ്ഡ്യയാണെങ്കിലും 3 ഓവർ 16 വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടി. അക്സർ പട്ടേൽ 4 ഓവർ 29 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് 2 വിക്കറ്റ് നേടിയെങ്കിൽ ബുംറയാണ് കുറച്ചെങ്കിലും അടി വാങ്ങിയത്. കാരണം 2 ഓവറിന് 17 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റും പക്ഷേ നേടി. എറിഞ്ഞവരെല്ലാം, അതായത് റിങ്കു സിംഗ് ഒഴികെയുള്ള തിലക് വർമ്മ അടക്കം എല്ലാവർക്കും വിക്കറ്റുകൾ സ്വന്തമാക്കാനും ഈ ഒരു മത്സരത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. പാകിസ്ഥാൻ വാരിക്കോരിയം കൊടുക്കുമായിരുന്നു ഇന്ത്യക്കാർക്ക് ഏത് അർത്ഥത്തിൽ, പ്രത്യേകിച്ച് ബോളിങ്ങിൻ്റെയൊക്കെ കാര്യം എടുത്തുന്ന സമയത്ത്. എനിവേ, അഭിഷേക് ശർമ്മയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ട് വന്നു. അഭിഷേക് ശർമ്മ എന്ന കാര്യം അവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റി. പക്ഷേ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വന്നിട്ടുള്ള ഇഷാൻ കിഷൻ, അദ്ദേഹം പാകിസ്ഥാനെ തകർത്ത് വിട്ടു. ആ ഒരു പ്രകടനം ഇന്ത്യക്കൊരു മിന്നും വിജയം, 61 റൺസിൻ്റെ ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ദാറ്റ്സ് ഇറ്റ്. ഇനി പാകിസ്ഥാൻ്റെ മത്സരങ്ങളൊക്കെ എന്തായാലും ബാക്കി ക്രൂഷ്യലാകും. ഇന്ത്യ ഏതാണ്ട് സാധ്യതകളൊക്കെ ഉറപ്പിക്കുന്ന തലത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻസ്? തീർച്ചയായിട്ടും കമ്പൽസറി മിഷൻ സനിയോ.